അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ജാറിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ 1 കപ്പ് പൊട്ടുകടല എടുത്താൽ മതിയാവും. ഞാൻ എടുക്കുന്ന അളവുകളെല്ലാം പകുതി എടുത്താൽ മതി. നമ്മൾ മിക്സറിലൊക്കെ ഇടുന്ന പൊട്ടുകടല ഉണ്ടല്ലോ, അതാണ് ചട്നിയൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പൊട്ടുകടല പൊടിച്ചെടുത്താലും ചെറിയ തരികളുണ്ടാവും. അതുകൊണ്ട് അരിപ്പയുടെ ഏറ്റവും ചെറിയ ഹോളുള്ള അരിപ്പയെ കൂടി ഇത് അരിച്ചെടുക്കാം. അപ്പം അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കുഞ്ഞു തരികളുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചട്നിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് മാറ്റാം. നല്ല ഫൈൻ പൗഡറായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അതേ ജാറിൽ തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണോ പൊട്ടുകടല എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി പഞ്ചസാര എടുക്കുക. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പൊട്ടുകടലയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും എടുക്കാം. ഓർഗാനിക് പൊടിച്ച ശർക്കരയൊക്കെ വാങ്ങാൻ കിട്ടും. കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ശർക്കര വാങ്ങാൻ കിട്ടും. അത് എടുത്താൽ മതിയാവും. അതാവുമ്പോൾ ആ ശർക്കരയുടെ ആ ഒരു കളറാണ് കിട്ടുന്നത്. ഇതാവുമ്പോൾ നല്ലൊരു യെല്ലോ കളർ കിട്ടും. അതിനാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ഏലക്കയുടെ ആ തരികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. തൊണ്ട് മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര എടുത്ത അതേ അളവിൽ തന്നെയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും എടുത്തിട്ടുള്ളത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ വെള്ള ഭാഗം ചിരകി എടുത്തിട്ട് വെള്ളമയം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ചൂട് മാറിട്ട് മിക്സിയുടെ ജാറിലിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിരട്ടയിൽ നിന്ന് തേങ്ങ ഇളക്കി മാറ്റിയതിന് ശേഷം അതിൻ്റെ ബ്രൗൺ ഭാഗം മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് മാറാത്ത രീതിയിൽ വറുത്തെടുത്താൽ മതി. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതെന്നുണ്ടെങ്കിൽ കൊപ്ര ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൊപ്ര ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടുകടലയൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 4 ബദാമും അതുപോലെ തന്നെ ഒരു 4 പിസ്തയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പൊടിയായിട്ട് ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ഇനി നല്ലൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ 1 കപ്പ് പൊട്ടുകടലയിലാണ് ചെയ്യുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഇനി നെയ്യും മാവും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് അധികം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ല ചൂടുള്ള പാലിലേക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാലിലേക്ക് 1 പിഞ്ച് കുങ്കുമപ്പൂവിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 നുള്ള് മഞ്ഞൾപ്പൊടി പാലിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലോ ചവയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിൽ പഞ്ചസാര പൊടിച്ച് ചേർത്തത് കൊണ്ട് ഒരുപാട് പാൽ ഒഴിക്കരുത്. നമ്മൾ ഈ മാവ് നല്ല കട്ടിയായിട്ട് വേണം കുഴച്ചെടുക്കാൻ. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കരുത്. നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്തത് കൊണ്ട് അലിഞ്ഞു വരും. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 1/4 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ കട്ടിക്ക് കുഴച്ചെടുക്കുക. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ കട്ടിക്ക് കുഴച്ചെടുക്കുക. ഇനി ഈ കുഴച്ചെടുത്ത മാവ് 2 ഉരുളകളാക്കി എടുക്കാം. ആയിട്ട് ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ രണ്ടും ഇതാ ഒരേ വലിപ്പത്തിലുള്ള 2 ഉരുളകളായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ പേപ്പർ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലേറ്റിൽ വെച്ച് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്ലേറ്റിലെല്ലാം കൂടെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിത് റോൾ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ആ മഞ്ഞയും ആ വെള്ള കളറും കൂടെ ചേരുമ്പോൾ നല്ല പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. വീണ്ടും ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഡെസിക്കേറ്റഡ് കോക്കനട്ട് കോട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം 2 സൈഡും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. നല്ലോണം ടൈറ്റ് ചെയ്ത് ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കാം. അപ്പം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ രണ്ടും റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് നമുക്ക് വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ ഞാനൊരു 10 മിനിറ്റേ വെച്ചുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് വെക്കാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രിഡ്ജിലൊക്കെ ഒരാഴ്ച കൂടുതൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. പൊട്ടുകടലയും തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ സ്വീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റേതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. മറ്റേതും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പൊട്ടുകടല വെച്ചിട്ടുള്ള മധുരം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്